ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 13. നരം വർഷീയാംസം നയനവിരസം നർമ്മസുജടം തവാപാങ്കാലോകേ പതിതമനുധാവന്തി ശതശഃ ഗളദ്വേണീബന്ധാഃ കുചകലശവിസ്രസ്തസിചയാഃ ഹഠാത്രുട്യത്കാഞ്ചോ വിഗളിതദുഗൂലാ യുവതയഃ. അല്ലയോ മഹാദേവി, ജരാനരകൾ പ്രാപിച്ച് വൃദ്ധനായി, നേത്രങ്ങളിൽ പടലാദി രോഗമുള്ളവനായി, രതിക്രീഡാദികളിൽ അറിവില്ലാത്തവനായി ഇരുന്നാലും നിന്തിരുവടിയുടെ കടാക്ഷ വീക്ഷണത്തിൽ പതിച്ചവനായ പുരുഷനെ അസംഖ്യം സുന്ദരിമാർ കെട്ടഴിഞ്ഞു വീഴുന്ന തലമുടിയോടും വഴുതി വീഴുന്ന വസ്ത്രത്തോടും പൊട്ടിത്തെറിച്ചു വീഴുന്ന ഒഡ്യാണത്തോടും അഴിഞ്ഞു വീഴുന്ന പട്ടുവസ്ത്രത്തോടും കൂടി പിന്തുടർന്ന് ഓടുന്നു. നരം വർഷീയാംസം നയനവിരസം നർമ്മസുജടം തവാപാങ്കാലോകേ പതിതമനുധാവന്തി ശതശഃ ഗളദ്വേണീബന്ധാഃ കുചകലശവിസ്രസ്തസിചയാഃ ഹഠാത്രുട്യത്കാഞ്ചോ വിഗളിതദുഗൂലാ യുവതയഃ. ശ്ലോകം 14. ക്ഷിതൗ ഷഡ്പഞ്ചാശദ് ദ്വിസമധികപഞ്ചാശദുദകേ ഹുതാശേ ദ്വാഷഷ്ടിഃ ചതുരധികപഞ്ചാശദനിലേ ദിവി ദ്വിഷഷ്ട്രിംശത് മനസി ചതുഷ്ഷഷ്ടിരിതി യേ മയൂഖാസ്തേഷാമപ്യുപരി തവ പാദാംബുജയുഗം. പൃഥ്വ്യാദി തത്വാത്മകങ്ങളായ മൂലാധാരാദി ചക്രങ്ങളിൽ ചന്ദ്രസൂര്യാനലാത്മകങ്ങളായി 360 കിരണങ്ങൾ പ്രകാശിക്കുന്നു. ഇവയ്ക്കെല്ലാം മുകളിൽ സഹസ്രദള കമലത്തിൽ ശ്രീചക്രബിന്ദുസ്ഥാനത്തിൽ പരദേവതയുടെ പാദാരവിന്ദയുഗളം സ്ഥിതി ചെയ്യുന്നു. ഷടാധാര രൂപമായ ശ്രീചക്രം ചന്ദ്രസൂര്യാഗ്നി രൂപമായി 3 ഖണ്ഡമായി തീർന്നിരിക്കുന്നു. മൂലാധാര സ്വാധിഷ്ഠാന ചക്രങ്ങൾ അഗ്നിഖണ്ഡവും മണിപൂര അനാഹത ചക്രങ്ങൾ സൂര്യഖണ്ഡവും വിശുദ്ധി ആജ്ഞാചക്രങ്ങൾ ചന്ദ്രഖണ്ഡവും ആയി തീർന്നിരിക്കുന്നു. ഈ 3 ഖണ്ഡങ്ങളിൽ അഗ്നികിരണങ്ങൾ മൂലാധാര സ്വാധിഷ്ഠാന ചക്രങ്ങളിൽ 108ഉം സൂര്യകിരണങ്ങൾ മണിപൂര അനാഹത ചക്രങ്ങളിൽ 116ഉം ചന്ദ്രകിരണങ്ങൾ വിശുദ്ധി ആജ്ഞാചക്രങ്ങളിൽ 136ഉം ആകുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന പൃഥ്വി തത്വത്തോടുകൂടിയ മൂലാധാരത്തിൽ 56, ജലതത്വത്തോടുകൂടിയ സ്വാധിഷ്ഠാനത്തിൽ 52, വഹ്നി തത്വത്തോടുകൂടിയ മണിപൂരത്തിൽ 62, വായു തത്വത്തോടുകൂടിയ അനാഹതത്തിൽ 54, ആകാശതത്വത്തോടുകൂടിയ വിശുദ്ധിയിൽ 72, മനസ്തത്വത്തോടുകൂടിയ ആജ്ഞയിൽ 64, ഇവയെല്ലാം കൂടി ചേർന്നതാണ് 360 കിരണങ്ങൾ. ഇവയ്ക്കെല്ലാം മുകളിൽ സഹസ്രാര പത്മത്തിൽ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ അനന്തകോടി കിരണങ്ങൾ ഉണ്ട്. ഇവയിൽ ചില കിരണങ്ങളെ പ്രാപിച്ചിട്ട് ചന്ദ്രസൂര്യാഗ്നികൾ പിണ്ഡാണ്ഡത്തിൽ അവരവരുടെ സ്ഥാനങ്ങളെയും സകല ബ്രഹ്മാണ്ഡത്തെയും പ്രകാശിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞ 360 കിരണങ്ങളാണ് 6 ഋതുക്കളടങ്ങിയ 360 ദിവസരൂപങ്ങൾ എന്നും പറയുന്നു.
അസംഖ്യം വരുന്ന ഈ ബ്രഹ്മാണ്ടത്തെ പല ശക്തികളായി ഭരിച്ചു പോരുന്ന പരാശക്തിയുടെ ആവരണ ദേവതകൾ തന്നെയാണ് ഈ കിരണങ്ങൾ. ക്ഷിതൗ ഷട്പഞ്ചാശത് ദ്വിസമധിക പഞ്ചാശദുദകേ ഹുതാശേ ദ്വാഷഷ്ടിഃ ചതുരധിക പഞ്ചാശദനിലേ ദിവി ദ്വിഷട്ത്രിംശത് മനസിജ ചതുഷ്ഷഷ്ടിരിതി യേ മയൂഖാസ്തേഷാമപ്യുപരി തവ പാദാംബുജയുഗം. ശ്ലോകം 15. ശരജ്യോത്സ്നാശുബ്ധാം ശശിയുതജടാജൂട്ടമകുടാം വരത്രാസത്രാണസ്ഫടികഘടികാപുസ്തകകരാം സകൃന്നത്വാ നത്വാ കഥമിവ സതാം സന്നിദധത്തെ മധുക്ഷീരദ്രാക്ഷാ മധുരിമധുരീണാഃ ഭണിതയഃ. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായികയായ ശക്തിസ്വരൂപിണിയായിരിക്കുന്ന മഹാദേവിയുടെ പാതാരവിന്ദങ്ങളിൽ ഒരു തവണ നമസ്കരിക്കുന്ന ഒരാൾ മഹാകവിയായിത്തീരുന്നു എന്ന് പറയുന്നു. അല്ലയോ മഹാദേവി, ത്രിലോകജനനി, ശരത്കാലത്തുള്ള പൂർണ്ണചന്ദ്രൻ്റെ ചന്ദ്രിക പോലെ ധാവള്യത്തോടെ, അതല്ലെങ്കിൽ ആ നിറമാർന്ന സുന്ദരിയായി ചന്ദ്രക്കലയോട് ചേർന്ന ജടാഭാരം, കിരീടം ഇവയോടു കൂടിയവളായി അഭയദാനമുദ്ര, വരദാനമുദ്ര, സ്ഫടികം കൊണ്ടുള്ള ജപമാല, പുസ്തകം ഇവയെ 4 കൈകളിലും ധരിച്ചവളായി ഇരിക്കുന്ന അല്ലയോ അമ്മേ, അവിടുത്തെ ഒരു തവണ നമസ്കരിക്കുന്ന സത്തുക്കൾക്ക് തേൻ, പാൽ, ദ്രാക്ഷ, അതായത് മുന്തിരി സത്ത് ഇവയുടെ മാധുര്യത്തേക്കാൾ മാധുര്യം നിറഞ്ഞ വാഗ്ധോരണികൾ ലഭിക്കും എന്ന് പറയുന്നു. അതായത് ഒരു തവണ നമസ്കരിക്കുന്ന ഒരാൾ പോലും, അമ്മയുടെ ആ തൃപ്പാദ പത്മങ്ങളിൽ വീണ് ഒരു തവണ നമസ്കരിക്കുന്ന ഒരാൾ പോലും മഹാകവിയായി തീരും എന്ന് ആണ് പറയുന്നത്. അമ്മയുടെ പാദമഹിമയാണ് ഈ ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നത്. ഒരു തവണ പോലും നമസ്കരിക്കുന്ന ഒരാൾക്ക് അത്രയേറെ മഹാത്മ്യമേറിയ മഹാകവിയായിത്തീരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതല്ലാത്ത ഒരാൾക്ക് അതിന് സാധിക്കുകയില്ല എന്ന് അർത്ഥമാക്കുന്നു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.